ഇന്ന് 2 പേര് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകും. അതായത് പുറത്താകുക എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തുക. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറ്റി ക്യാമറകളും ശബ്ദകോലാഹലങ്ങളും ഒന്നുമില്ലാത്ത ഒരു റൂമിലേക്ക് മാറ്റി നിർത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിഡ് വീക്ക് സസ്പെൻഷൻ ഗെയിമുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കുറവ് പോയിന്റുകൾ കിട്ടിയിരിക്കുന്നത് അനീഷിനും നമ്മുടെ ഷാരിയയ്ക്കുമാണ്. അങ്ങനെയെങ്കിൽ ഇവർ 2 പേരും പുറത്താവാനാണ് ചാൻസ്. അതാണ് പ്രൊമോയിൽ 2 പേര് പുറത്താവുന്നു എന്ന് പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അനീഷാണ് മാറി നിൽക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം അനീഷിൻ്റെ ഒരു പ്രകടനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനീഷ് മാറി നിൽക്കുമ്പോൾ മറ്റ് മത്സരാർത്ഥികൾ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുമോ അല്ലെങ്കിൽ അയൽക്കൂട്ടം കൂടുമോ അല്ലെങ്കിൽ വെറും കണ്ണീർ സീരിയലാക്കി മാറ്റുമോ എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അറിയണം. അത് എങ്ങനെ ആയിരിക്കും ആ ഒരു ബിഗ് ബോസ്, അനീഷ് ഇല്ലാത്തൊരു ബിഗ് ബോസ്. കാരണം അനീഷ് തേരാപാര നടന്ന് ചൊറിയുന്നു, അങ്ങനെ ഒരു കണ്ടന്റുകൾ ഉണ്ടാക്കുന്നു. നിലവിൽ അത് മാത്രമാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു അനീഷ് മാറി നിൽക്കുമ്പോൾ ഉള്ള ഒരു ബിഗ് ബോസ് എങ്ങനെയെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കും ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് എപ്പിസോഡോ അല്ലെങ്കിൽ ലൈവ് കാണുമ്പോഴോ അറിയാൻ സാധിക്കും. നോക്കാം. എന്തായാലും അനീഷ് അങ്ങനെ പോവുകയാണെങ്കിൽ നല്ലൊരു ഒരു മാറ്റം നല്ലതാണ് ബിഗ് ബോസിൽ. നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാൾ മാറി നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ ഇനി എന്തായിരിക്കും എന്ന് അവർ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ എന്ന് അങ്ങനെ അറിയാനുള്ള ഒരു ആകാംക്ഷ അത് വളരെ വലുതാണ്.